ഹലോ ഓൾ. നമ്മൾ ഈ ഈറ്റ് ലാബിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അറ്റൈൻമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു സാമ്പിൾ വീഡിയോ ആണ്. സാമ്പിൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു. അപ്പോൾ ആ പ്രോസസ്സ് ഞാനൊന്ന് ഫെമിലറൈസ് ചെയ്ത് തരാം. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ 3 രീതിയിലുള്ള സബ്ജക്ട് കോഴ്സുകളാണ് നമുക്ക് മെയിനായിട്ട് അറ്റൈൻമെന്റിലോട്ട് വരുന്നത്. ഒന്ന് തിയറി മാത്രമുള്ള കോഴ്സുകൾ, പിന്നെ തിയറി ആൻഡ് തിയറിക്കുള്ളിൽ തന്നെ ലാബ് പ്രാക്ടിക്കൽസ് വരുന്ന കോഴ്സുകൾ, പിന്നെ പ്രാക്ടിക്കൽ മാത്രമുള്ള കോഴ്സുകൾ. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് തിയറി വിത്ത് പ്രാക്ടിക്കൽ ആണ്. അതായത് തിയറിയുടെ ഉള്ളിൽ തന്നെ പ്രാക്ടിക്കൽ കൂടെ ഉണ്ടോണ്ട് പാരന്റ് ആൻഡ് ചൈൽഡ് കോഴ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അറ്റൈൻമെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം ചൈൽഡ് കോഴ്സിന്റെ അറ്റൈൻമെന്റ് ചെയ്തിട്ട് വേണം പാരന്റിന്റെ അറ്റൈൻമെന്റിലോട്ട് നമ്മൾ വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ചൈൽഡ് കോഴ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ ആദ്യം പ്രാക്ടിക്കൽ കോഴ്സിന്റെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചൈൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാരന്റിലോട്ട് ചെയ്യാം. ഇപ്പോൾ മൈ ക്ലാസ്സസിൽ ഞാനിപ്പോൾ ഈസിയുടെ പൈത്തൺ കോഴ്സിന്റെ തിയറിയും പ്രാക്ടിക്കലുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇപ്പം ഇതിൽ പ്രാക്ടിക്കൽ ഉണ്ട്. ആ പ്രാക്ടിക്കലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പ്രാക്ടിക്കലിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലാബ് ഇവാലുവേഷനിൽ പ്രാക്ടിക്കലിന്റെ പേജിലോട്ട് പോവാം. ഇപ്പം സബ്ജക്ട് വർക്ക്ഷോപ്പായിട്ട് എടുത്തവർ കാണും, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എടുത്തവരുണ്ട്. അതിൽ ലാബ് ഇവാലുവേഷന്റെ പേജിൽ പോവാം. ഈ ലാബ് ഇവാലുവേഷനിൽ നിങ്ങൾ മാർക്ക് പ്രോപ്പർ ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഷ്യൂർ ചെയ്യുക. ഓക്കെ, അതായത് സിഒ, അതായത് ഈ ഓരോ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ സിഒ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ടിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ടിക്ക് ചെയ്ത് കാണത്തില്ല, ബിക്കോസ് മാർക്ക് മാത്രം എൻ്റർ ചെയ്ത് സേവ് ചെയ്താൽ നമുക്ക് സെഷനിൽസ് അവൈലബിൾ ആയിരിക്കും. ഈ സിഒ ബേസ്ഡ് എൻട്രി ടിക്ക് ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ എക്സ്പെരിമെന്റിനും മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ മാർക്ക് ഏത് സിഒയിലോട്ട് മാപ്പ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അത് ചോദിക്കും. അപ്പം നമുക്ക് ഇപ്പം പൈത്തന്റെ കേസിലാണെങ്കിൽ അത് ഇന്ന മാപ്പിംഗ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല സിലബസിൽ. അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സ്പെരിമെന്റിനെയും 4 സിഒയിലോട്ടും മാപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സിഒയിലോട്ടും ഞാൻ മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ട് ഇനി ഞാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് ചോദിക്കും, മാർക്ക് എല്ലാം റിഫ്രഷ് ചെയ്തിട്ടും ചോദിക്കും. അപ്പോൾ അത് പോകുന്നുള്ളതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. നിങ്ങൾക്ക് അത് നിങ്ങൾ അവിടെ സേവ് ചെയ്യുമ്പോൾ അത് ചോദിക്കും. അത് ഇൻഡിവിജ്വൽ സിഒ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിഒ എന്നൊരു ഓപ്ഷൻ വരും. മൾട്ടിപ്പിൾ സിഒ ക്ലിക്ക് ചെയ്തിട്ട് CO1, CO2, CO3, CO4 അല്ലെങ്കിൽ എത്ര സിഒസ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ 1, 2 മാത്രം മതിയെങ്കിൽ 1, 2 മാത്രം. ഇനി ചിലർക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഇന്ന എക്സ്പെരിമെന്റ് ഇന്ന സിഒയിലോട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം നിങ്ങൾക്ക് മാപ്പ് ചെയ്യാം. അപ്പൊ ആദ്യം ഇത് സിഒസ് മാപ്പ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ഇത് തന്നെയാണ് തിയറിയിലും വരുന്നത്. അപ്പൊ നമ്മൾ സിഒസ് മാപ്പ് ചെയ്തു, എന്നിട്ട് സേവ് ചെയ്തു. എന്നിട്ട് മാർക്കെല്ലാം നിങ്ങൾ ഓൾറെഡി സെഷനിന് വേണ്ടി എൻ്റർ ചെയ്ത് കാണും, അതെല്ലാം എൻ്റേഡ് ആണ്. അപ്പൊ ഇത്രയും പ്രോസസ്സ് ആദ്യം ലാബ് ഇവാലുവേഷനിൽ എല്ലാം മാപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമ്മൾ ലാബിന്റെ പേജിൽ വീണ്ടും വരുന്നു. ഇതിൽ OBE എന്ന് പറയുന്ന ഔട്ട്കം ബേസ്ഡ് ഇതിന്റെ OBEയുടെ മോഡ്യൂൾ എടുക്കുന്നു. ആ മോഡ്യൂളിൽ നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ എക്സ്പെരിമെന്റ്സും ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ എക്സ്പെരിമെന്റ്സ് മാത്രമല്ല അതിൻ്റെ ഒപ്പം നമ്മൾ ലാബ് ഇവാലുവേഷന് വെച്ചിരിക്കുന്ന സാധനവും വരും. ലാബ് ഇന്റേണൽ ടെസ്റ്റും വരും, നമ്മുടെ എക്സ്പെരിമെന്റിന്റെ ഇവാലുവേഷനും വരും. പിന്നെ സീരിയസ് എക്സാം സെൻട്രലൈസ്ഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെയും ചിലപ്പോൾ വരും. പ്രാക്ടിക്കൽ മാത്രമുള്ളവർക്ക് വരത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുവാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്ന കേസുകൾ നിങ്ങൾ എടുക്കണ്ട. ഇത് എല്ലാം നമുക്ക് ഇവിടെ മാപ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ലാബ് ഇവാലുവേഷൻ ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ഇവാലുവേഷനിലും രണ്ടിലും നിങ്ങൾ കറക്റ്റായിട്ട് സിഒ മാപ്പ് ചെയ്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഓരോ എക്സ്പെരിമെന്റിനും നമുക്ക് കട്ട് ഓഫും അറ്റൈൻമെന്റും ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോൾ ഇതിൽ എക്സ്പെരിമെന്റ് 10 ക്ലിക്ക് ചെയ്യുവാണ്. 10 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നമുക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്, അതിന് പ്രശ്നമില്ല. ഇതിൽ ഏറ്റവും എൻഡിൽ കട്ട് ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കട്ട് ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ കട്ട് ഓഫ് ക്രൈറ്റീരിയയിൽ ഇപ്പൊ ഞാൻ ഓൾറെഡി 4 CO ആയിട്ട് മാപ്പ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 1A, 1B, 1C, 1D എന്ന് പറഞ്ഞ് 4 കൂടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ CO 1 മാത്രമേ മാപ്പ് ചെയ്തിട്ടുള്ളൂങ്കിൽ ക്വസ്റ്റ്യൻ 1A മാത്രമേ അവിടെ വരത്തുള്ളൂ, ബാക്കിയുള്ളതൊന്നും കാണിക്കത്തില്ല. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ അവിടെ മൾട്ടിപ്പിൾ CO മാപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ സിഒയിലോട്ടുള്ള മാർക്ക് എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പം 5 മാർക്കാണ് ഞാൻ ഒരു എക്സ്പെരിമെന്റിന് എടുക്കുന്നത്. ആ 5 മാർക്ക് എന്ന് പറയുന്നത് CO 1 1 മാർക്ക്, CO 2 1.5, CO 3 1.5, CO 4 1, അങ്ങനെ ടോട്ടൽ 5 മാർക്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള എടുക്കാം. എനിക്ക് വേണമെങ്കിൽ CO 1 മാത്രമായിട്ട് മാപ്പ് ചെയ്യാം, 5 മാർക്കിന് മാപ്പ് ചെയ്യാം. അപ്പോൾ 2, 3, 4 വരത്തില്ല. നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെയും അല്ലെങ്കിൽ ഓരോ എക്സ്പെരിമെന്റിന്റെയും സിഒസിനനുസരിച്ച് നമുക്കത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഇതിൽ
നമ്മൾ കട്ട് ഓഫ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണം. ഈ കട്ട് ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം MBA ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. അതായത് എത്ര പെർസെൻറ്റേജിന് മേലെ മാർക്ക് ഉള്ളതിൽ അതിൽ എത്ര സ്റ്റുഡൻസ് വരുന്നു, ഈ 2% നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് മാർക്ക് മേലെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 95, ഇപ്പം ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ 95 ഇട്ടതാണ്. ഞാനിപ്പോൾ അവിടെ 60 ഇട്ടു. ഇനി ഓരോന്നും നമുക്ക് എൻ്റർ ചെയ്യാം. എനിക്ക് വേണേൽ എല്ലാം 50 ഇടാം, ഇത് 50 ഇടാം, ഇത് 50 ഇടാം, ഇത് 50 ഇട്ടു, ഇത് 50 ഇട്ടു. ഓക്കെ, ഇതെല്ലാം 50 ഞാൻ ഇട്ടു. ഈ 50 ഇട്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ വെയിറ്റഡ് ആവറേജ് കൊടുക്കാം. വെയിറ്റഡ് ആവറേജ് എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. അത് നോർമലി ക്ലിക്ക് ചെയ്താൽ വരത്തില്ല, ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ സിഒയ്ക്ക് വെയിറ്റേജ് കൂടുതൽ കൊടുക്കാം. അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ആവശ്യമില്ലെങ്കിൽ അത് കൊടുക്കണ്ട. ഇപ്പം ഞാൻ കൊടുത്തിട്ടില്ല. ഇത് ഇത്രയും കൊടുക്കുക. ഇത്രയും കൊടുക്കുമ്പോൾ ആ 50 കട്ട് ഓഫിനനുസരിച്ചുള്ള കട്ട് ഓഫ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം അറ്റൈൻമെന്റ് ബെഞ്ച് മാർക്ക് എന്നുള്ളത്. അതായത് ഓരോ അറ്റൈൻമെന്റിനും എത്ര പെർസെന്റേജ് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് 1 കിട്ടണമെങ്കിൽ എത്ര സ്റ്റുഡൻസ് 50% മേലെ ഉണ്ടായിരിക്കണം, 2 കിട്ടണമെങ്കിൽ എത്ര സ്റ്റുഡൻസ് എത്ര ശതമാനത്തിന് മേലെ ഉണ്ടായിരിക്കണം, 3 കിട്ടണമെങ്കിൽ എത്ര. അപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം ട്രയലിന് വേണ്ടി ചെയ്തതാണ്. 50, 60 ഇട്ടിട്ടുണ്ട്. 50, 60, 70 ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ഞാനിപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 90 ഇട്ടതാണ്. ഞാനിപ്പോൾ അത് 70 ഇട്ടു. ഓക്കെ, അപ്പൊ 70% ഓഫ് സ്റ്റുഡൻസ് 50% മാർക്ക്, അല്ലെങ്കിൽ നമ്മൾ 50 അവിടെ കൊടുത്തത് 50% മേലെ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 3 അറ്റൈൻമെന്റ് കിട്ടും. ഇത് ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സേവ് കട്ട് ഓഫ് ക്രൈറ്റീരിയ ആൻഡ് കാൽക്കുലേറ്റ് അറ്റൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തു വെച്ചിട്ടുള്ള അറ്റൈൻമെന്റ് ഏറ്റവും താഴെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിൽ കാണാം എത്ര പിള്ളേര് കട്ട് ഓഫിന് മേലെ ഉണ്ട്, അതിന്റെ കൗണ്ട് എല്ലാം ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡഡ് ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എബോവ് കട്ട് ഓഫ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിൽ 50 എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ അറ്റൈൻമെന്റിന്റെ ക്രൈറ്റീരിയ 70 എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഇത് 90 ആക്കി വിചാരിക്കാം. ഇത് 90 ആക്കുവാണെങ്കിൽ അഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതെല്ലാം 3 വരുവാണ്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഈ ലാബിനൊക്കെ എല്ലാവർക്കും 5 മാർക്കിൽ 4, 3 ഒക്കെ കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാൻ ഈ 50 എന്നുള്ളത് മാറ്റി 70 ആക്കി. 70 ആക്കുവാണെങ്കിൽ വീണ്ടും കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അറ്റൈൻമെന്റ് ഇവിടെ 70, ഇവിടെ 90 ആണ്, ഇത് 95 ആക്കുവാണ്. നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ പറ്റും. ഇത് രണ്ടും 95 ആക്കിയപ്പോൾ എന്ത് പറ്റി, അറ്റൈൻമെന്റ് വാല്യൂ 3 എന്നുള്ളത് 2 ആയി. അതായത് 95. ഇപ്പോൾ നമുക്ക് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് നമ്മുടെ രീതിക്ക് അനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഒരു കോമൺ പോളിസി ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ എടുത്തു എന്നുള്ളതിന് നമുക്കൊരു ജസ്റ്റിഫിക്കേഷനും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ നോർമലി എടുക്കുന്ന ഇപ്പോൾ 60 ആണെങ്കിൽ എല്ലാം 60 ഇട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് ചെയ്യാം. 60 ഇട്ടു, എല്ലാം 60 ഇട്ടു. ഇവിടെ 50, 60, ഞാൻ 70 ഇട്ടു. ഓക്കെ, പക്ഷെ ഇപ്പൊ എല്ലാ സബ്ജക്റ്റിനും ഇപ്പോൾ അങ്ങനെ ഇട്ടാൽ പറ്റത്തില്ല. ഇപ്പൊ തിയറി ഒക്കെ ടഫ് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ 70 ഇട്ട 70 സ്റ്റുഡൻസിനൊന്നും ഇത്രയും മാർക്ക് എബോ വരണമെന്നില്ല. അപ്പം അതിനനുസരിച്ച് നമ്മൾ 40, 50, 60 ഇടേണ്ടി വരും. ഇത്ര ഇട്ടിട്ട് അറ്റൈൻമെന്റ് കൊടുത്തു കഴിയുമ്പോൾ നോർമലി 3, 3, 3 എന്ന് വരും. ഇതിപ്പോൾ ഞാൻ ഓരോ എക്സ്പെരിമെന്റിനാണ് ഇട്ടത്. അങ്ങനെ ഓരോ എക്സ്പെരിമെന്റിനും നമ്മൾ ചെയ്യണം. അത് ഇപ്രാവശ്യം നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് പറയാം, പറ്റുവാണെങ്കിൽ ഇത് കമ്പൈൻ ചെയ്ത് എല്ലാ എക്സ്പെരിമെന്റും കൂടെ കമ്പൈൻ ചെയ്തിടുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറയാം. അങ്ങനെ ഇടുവാണെങ്കിൽ അത് ആ രീതിയിൽ വരും. ഓക്കെ, ഇനി ഇതിപ്പോൾ ഓരോ എക്സ്പെരിമെന്റിനും നമ്മളിങ്ങനെ കട്ട് ഓഫ് നമ്മൾ കൊടുത്ത് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി തിയറി ഉള്ളവർക്ക് ഇത് ആവശ്യമില്ല. ലാബോ അല്ലെങ്കിൽ ചൈൽഡ് കോഴ്സോ വരുന്നവർക്കാണ് ഇത് വരുന്നത്. ഇനി ലാബ് ഇന്റേണൽ ടെസ്റ്റ് ഉണ്ട്, അതിന് നമ്മൾ ഇതുപോലെ മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. എഗെയിൻ നമ്മൾ കട്ട് ഓഫ് ക്രൈറ്റീരിയ പോവും. അവിടെ നമുക്ക് മാർക്ക് അവിടെ മറ്റേ ഇന്റേണൽ എന്ന് പറയുന്നത് 50 മാർക്കിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് 50ന്റെ 25% ഈക്വൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 12.5, 12.5, 12.5, 12.5 എന്നുള്ള ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ സിഒ അവിടെ ചൈൽഡ് കോഴ്സിന്റെ അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാപ്പ് ടു ഓൾ സിഒസ് 25% മാർക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ 12.5 മാർക്ക് വെച്ചിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിന്റെയും കട്ട് ഓഫ് ക്രൈറ്റീരിയ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും 50, 60, 70 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3, 3, 3, 3 വരും. ഇത് നമുക്ക് അതനുസരിച്ച് മാറ്റിയതോ വെയിറ്റേജ് കൂട്ടിയോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. ഇതിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡ് നിങ്ങൾക്ക് കാണാം. നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഇവിടെ 30, എല്ലാത്തിലും 34 ആണ്. ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എബോ കട്ട് ഓഫ് 25, 25, 25 എന്ന് പറഞ്ഞു. അതായത് 70% എബോ ആയതുകൊണ്ടാണ് വന്നത്. ഞാൻ ഈ 70 മാറ്റി 80 ആക്കുവാണെങ്കിൽ അത് കയറത്തില്ല, അറ്റൈൻമെന്റ് 2 ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാം.
ഓക്കെ, ഇത് രണ്ടും നമ്മൾ ചൈൽഡ് കോഴ്സിന്റെ അറ്റൈൻമെന്റിൽ വരുന്നതാണ്. അതായത് ഓരോ എക്സ്പെരിമെന്റിന്റെ മാർക്കും ഇതും. ഇനി പ്രാക്ടിക്കൽ മാത്രം ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇതുകൂടെ അറ്റൻഡൻസ് കൂടെ വരുമായിരിക്കും. അപ്പോൾ അറ്റൻഡൻസിന്റെ വെയിറ്റേജ്, അറ്റൻഡൻസ് നമ്മൾ അറ്റൈൻമെന്റ് കൂട്ടാത്തതുകൊണ്ട് അത് ഇവാലുവേഷനിൽ എടുക്കണ്ട, ഇവാലുവേഷനിലോട്ട് വരത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിൽ അറ്റൈൻമെന്റിൽ എടുക്കുന്നത്. ഈ അറ്റൈൻമെന്റ് ഇനി പാരന്റ് കോഴ്സിൽ വരും. അപ്പൊ ഇവിടെ ഇത് ചെയ്ത് തീർത്തിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് വരാൻ. ഓക്കെ, ഈ രണ്ട് ഇവാലുവേഷനും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇനി പാരന്റ് കോഴ്സിലോട്ട് പോവാം. പാരന്റ് കോഴ്സ് നമ്മൾ എടുക്കുന്നു. പാരന്റ് കോഴ്സിൽ നമുക്കിവിടെ അഗെയിൻ ഒ ബിയിലോട്ട് പോവാം. ഓക്കെ, ഒ ബി പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഇവാലുവേഷൻസ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ഞങ്ങളുടെ ഇപ്പോൾ പൈത്തൺ കോഴ്സിൽ അസൈൻമെന്റ് ഇല്ലായിരുന്നു. അസൈൻമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ അങ്ങനെ അസൈൻമെന്റ് കാണിക്കാത്തത്. തിയറി മാത്രമുള്ളവർക്ക് അസൈൻമെന്റ് കൂടെ ലിസ്റ്റ് ചെയ്യും. ഓരോ ഇവാലുവേഷനിലും നമ്മൾ കയറിയിട്ട് കട്ട് ഓഫ് ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ സീരിയസ് എക്സാം 1 എടുത്തു. 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കട്ട് ഓഫ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ഏറ്റവും മുകളിൽ ഒരു ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ എൻ്റർ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണം അവിടെ കാണും. അതിൽ 1, 2, 3, 4 എന്നുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. 5A 5B ഉണ്ട്, 6A 6B ഉണ്ട്. പക്ഷെ 5ഉം 6ഉം കമ്പൈൻ ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കത്തുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു മാർക്കല്ലേ നിങ്ങൾ ഇവാലുവേഷൻ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് കാരണം രണ്ടിനും ഒരേ CO ആണ്, അതുകൊണ്ട് അങ്ങനെ എടുക്കത്തുള്ളൂ. ഇനി 7A 7B എന്നുള്ളത് 7ഉം 8ഉം കമ്പൈൻ ചെയ്ത് ഏത് ക്വസ്റ്റ്യന്റെ ആണോ വന്നിരിക്കുന്നത് ആ ക്വസ്റ്റ്യന്റെ ഏത് ക്വസ്റ്റ്യന്റെ മാർക്ക് അതായിരിക്കും അവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ COs വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ചിലപ്പോൾ ആ ഒരു മാനുവൽ ഷെയർ ചെയ്തതിൽ അതിൽ കാണുമായിരിക്കും. ഇതില് കട്ട് ഓഫ് ക്രൈറ്റീരിയ അഗെയിൻ ഞാൻ 60 ആണ് എല്ലാ ക്വസ്റ്റിനും ഇട്ടിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡ് എന്ന് പറയുന്നത് 33 ആണ്. ഒരു സ്റ്റുഡന്റ് ആബ്സെന്റ് ആയിരുന്നു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എബോ കട്ട് ഓഫ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റിനും ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള 20 സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ അറ്റൈൻമെന്റ് 3 വന്നു. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് 16 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ മാർക്ക് കിട്ടിയത് 16 പേരേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് അറ്റൈൻമെന്റ് 1 ഉള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചും അറ്റൈൻമെന്റ് താഴെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 40, 50, 60 ഇട്ടിട്ട് പോലും ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം 40, 50, 60 ഇട്ടിട്ട് പോലും അറ്റൈൻമെന്റ് ഭയങ്കര കുറവായിട്ടാണ് കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള അറ്റൈൻമെന്റ് ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ 60 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. 60 മാർക്സ് എന്നുള്ളത് മാറ്റി 50 മാർക്സ് എന്നുള്ള ഒരു കോമൺ പോളിസിയിലോട്ട് വേണമെങ്കിൽ വരാം. അപ്പൊ അത് ചില സബ്ജക്റ്റിൽ ചിലപ്പോൾ അത് മാർക്ക് ഈസി ആയിട്ട് കിട്ടുമായിരിക്കും. അപ്പം ചില സബ്ജക്റ്റിന് അത് കിട്ടണമെന്നില്ല. ഡിപ്പെൻസ് ഓൺ ഒരു പോളിസി കോമൺ ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത്, അതായത് കട്ട് ഓഫ് ക്രൈറ്റീരിയയും കൊടുക്കണം, താഴത്തെ ബെഞ്ച് മാർക്ക് പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് മേലെയാണ് അറ്റൈൻമെന്റ് എന്നുള്ളതും കൊടുത്തു കഴിഞ്ഞാൽ, സേഫ് കട്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ അറ്റൈൻമെന്റ് കൊടുത്താൽ ഏറ്റവും അടിയിൽ അറ്റൈൻമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതിപ്പോൾ സീരിയസ് എക്സാം 1 ചെയ്തു. ഓക്കെ, സീരിയസ് എക്സാം 2 ചെയ്തു. 2 ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതും 60 ആണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഇവിടെ ഞാൻ 50, 60, 70 ആണ്. വേണമെങ്കിൽ 40, 50, 60 ഇട്ട് കൊടുക്കാം. അറ്റൈൻമെന്റ് കൊടുക്കുമ്പോൾ വ്യത്യാസം വന്നു. നേരത്തെ ഫസ്റ്റ് കൈറ്റ് ഇത് 0 ആയിരുന്നു, ഇപ്പോൾ 2 ആയി. അതിനനുസരിച്ചുള്ള അറ്റൈൻമെന്റ് ഇവിടെ താഴെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഇത് നമ്മൾ സെക്കൻഡ് സീരീസ് ആയതുകൊണ്ട് CO 3ഉം 4ഉം ആയിരിക്കും മാപ്പഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഓരോ സബ്ജക്റ്റിനനുസരിച്ച് അത് മാറും, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ സീരീസ് 1ഉം 2ഉം നമ്മൾ ചെയ്തു. ഇനി പിന്നെ എൻ്റെ കിടക്കുന്നത് റീടെസ്റ്റ് 1, റീടെസ്റ്റ് 2 ആണ്. അത് നമുക്ക് എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട. ഞാനത് എടുത്തായിരുന്നു. 2 സ്റ്റുഡൻസേ ഉള്ളൂ, അത് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. അത് അപ് ടു ഓരോ സബ്ജക്റ്റിന് അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു കോമൺ പോളിസിയിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. ഇനി അസൈൻമെന്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ അസൈൻമെന്റ് എടുത്തിട്ട് നമ്മൾ അവിടെ പോയി അസൈൻമെന്റിന്റെ കട്ട് ഓഫ് ക്രൈറ്റീരിയ, അസൈൻമെന്റ് നമ്മൾ 10 മാർക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 10ൽ എത്ര പെർസെന്റേജ് വേണം, ഏത് CO ആയിട്ട് മാപ്ഡ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓൾറെഡി കൊടുത്ത് കാണുമല്ലോ നിങ്ങൾ. അതിലോട്ട് കറക്റ്റായിട്ട് എത്ര പെർസെന്റേജ് വേണമെന്ന് സെറ്റ് ചെയ്യാം, അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം വെയിറ്റഡ് ആവറേജും ഉണ്ട്. വെയിറ്റഡ് ആവറേജ് വഴിയും ചെയ്യാം, അല്ല വെയിറ്റഡ് ആയിട്ടുള്ള രീതിയിലും ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്ക് കൊടുക്കുന്ന പോലെ ആ രീതിയിൽ എല്ലാം ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ചെയ്യാം. പക്ഷെ ഇതൊരു കോമൺ പോളിസി വഴി ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ടുള്ളത്. കാരണം ചോദിക്കുമ്പോൾ നിങ്ങളുടെ കോളേജിൽ ഒരു കോമൺ പോളിസി വേണം, അങ്ങനെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ഓവറോൾ അറ്റൈൻമെന്റ് ആണ്. അപ്പൊ ഇതിപ്പോ പാരന്റ് കോഴ്സ് ആണ്. ചൈൽഡ് കോഴ്സിന്റെ ഞാൻ ചെയ്തു, പാരന്റ് കോഴ്സിന്റെ ഞാനിപ്പോ സെറ്റ് ചെയ്തു. ഇനി
ഈ ഒ ബി തന്നെ ഓവറോൾ അറ്റൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ ഓവറോൾ അറ്റൈൻമെന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു പേജിലോട്ട് നിങ്ങളുടെ ഇത് വരും. ഓക്കെ, ഈ പേജിൽ നിങ്ങൾ മൊത്തം സബ്ജക്റ്റിന് ചൂസ് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻസ് എല്ലാം താഴോട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് സീരീസ് എക്സാം 1 ആണ്, അത് CO 1ഉം 2ലോട്ട് മാത്രം മാപ്ഡ് ആണ്. അതിന് നമുക്ക് കിട്ടിയ അറ്റൈൻമെന്റ് ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, 1.5ഉം 0.75ഉം. അത് എത്ര അതായത് അല്ല, അത് പെർസെന്റ് ഞാൻ പറയാം, വെയിറ്റേജ് ഞാൻ പറയാം. CO 1 വന്നു, ഇനി സീരീസ് എക്സാം 2 ഉണ്ട്, അതിനും കിട്ടിയ അറ്റൈൻമെന്റ് 1ഉം 2.33 ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. റീടെസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തായിരുന്നു, അതുകൊണ്ട് അതിന്റെ കാണിക്കുന്നുണ്ട് ഇവിടെ. റീടെസ്റ്റ് 2ന്റെയും കാണിക്കുന്നുണ്ട്, അത് എടുക്കാതിരിക്കാം, അത് ഡിപ്പെൻസ്. ഇനി ലാബ് ഇവാലുവേഷൻ നമ്മൾ ചൈൽഡ് കോഴ്സിൽ ചെയ്തതാണ്, അപ്പൊ അത് ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അത് ഇവിടെ എഡിറ്റ് ചെയ്യാൻ, ഇവിടെ ഈ വാല്യൂസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. അവിടെ ലാബ് ഇന്റേണൽ ടെസ്റ്റിന്റെയും CO3 എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പെർസെന്റേജ് ആണ്. അപ്പൊ പെർസെന്റേജ് എടുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CO 1 എന്ന് പറയുന്നതിന്റെ 100, അതായത് CO 1ന്റെ കാൽക്കുലേഷനിൽ ഏതൊക്കെ ഇവാലുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം, എത്ര പെർസെന്റേജ് കൺസിഡർ ചെയ്യണം, അതാണ് ഈ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ CO 1 നോക്കിയാൽ അറിയാം, ഞാൻ സീരിയസ് എക്സാമിന് 49% എടുത്തു, റീടെസ്റ്റിന് 1% എടുത്തു, ഇപ്പോൾ 50 ആയി. ലാബ് ഇവാലുവേഷന് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് എന്നുള്ള കൊടുക്കണേ. ഓക്കെ, ലാബ് ഇവാലുവേഷന് ഞാൻ 10% കൊടുത്തു. ഓക്കെ, അപ്പോൾ 60 ആയി. പിന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതായത് ലാബ് ഇന്റേണൽ ടെസ്റ്റ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആദ്യം, ലാബ് ടെസ്റ്റിന് 40% കൊടുത്തു. അപ്പോൾ ടോട്ടൽ 100 വരും. ഇതിങ്ങനെ തന്നെ വേണോ എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇത് ഞാൻ ഇപ്പൊ റീടെസ്റ്റ് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണം ഇത് 0 ആക്കാം, ഇത് 50 ആക്കാം. ഓക്കെ, 50, ഇത് 10, 60 പ്ലസ് 40, 100. അപ്പൊ 100% വന്നു. ഇങ്ങനെ ഓരോന്നിന്റെയും നമ്മൾ എത്ര പെർസെന്റേജ് വേണം എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ സീരീസ് എക്സാം 2ന്റെ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, ഇവിടെ 50 ഇടാം, ഇത് 50 ഇടാം, ഇവിടെ 0 ഇടാം, 0 ഇടാം, ഇവിടെ 0 ഇട്ടു, ഇത് 50 ഇട്ടു. ഓക്കെ, ഇപ്പൊ എല്ലാത്തിന്റെയും 100% കാൽക്കുലേഷനിൽ വരും. ഓക്കെ, ഇത് 10, ഇത് 10. ഇത് ലാബിന്റെ ഒറ്റ പെർസെന്റേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതല്ലെങ്കിൽ നമുക്ക് ഓരോ എക്സ്പെരിമെന്റിനും പെർസെന്റേജ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യെസ് ഓർ നോ ടിക്ക് ചെയ്താൽ മതി. അതായത് ഡു യു വാണ്ട് ടു കമ്പൈൻ ഓൾ ലാബ് ഇവാലുവേഷൻ ടു എ സിംഗിൾ ഇവാലുവേഷൻ. ഞാൻ ഇവിടെ എസ് കൊടുത്തുകൊണ്ടാണ് എല്ലാം കൂടെ ഒറ്റ ഇവാലുവേഷൻ ആയിട്ട് വന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ കാണിച്ച 10 എക്സ്പെരിമെന്റും ഓരോന്നോരോന്നായിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഓരോന്നിനും നമുക്ക് പെർസെന്റേജ് കൊടുക്കാം. അപ്പോൾ 10 എക്സ്പെരിമെന്റിന് ഞാൻ കൊടുത്തിരുന്നത് 1 എന്ന് പറഞ്ഞാൽ കൊടുത്തത്. ടോട്ടൽ 10 എക്സ്പെരിമെന്റ് ആകുമ്പോൾ 10% വരും. ഞാനിത് കമ്പൈൻ ചെയ്തപ്പോൾ 10% ആയിട്ട് ടോട്ടലായിട്ട് എൻ്റർ ചെയ്തു. ഓക്കെ, ഇത് ഇത്രയും കൊടുത്തു. നമ്മൾ ഇത് ചെയ്തിട്ട് കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവറോൾ അറ്റൈൻമെന്റ് ഇവിടെ താഴെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. 2.52, 2.15 അങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് അറ്റൈൻമെന്റ് ആണെന്ന് ആലോചിച്ചോണം. ഡയറക്റ്റ് അറ്റൈൻമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് നമുക്ക് ഇന്റേണൽ അറ്റൈൻമെന്റ്. ഇനി എക്സ്റ്റേണൽ അറ്റൈൻമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി റിസൾട്ട് ആണ്. ആ യൂണിവേഴ്സിറ്റി റിസൾട്ടിന്റെയാണ് ഈ സെക്കൻഡ് ടാബ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻസിന് മാർക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഫാക്കൽറ്റിക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അവരോട് പറയാം സോഫ്റ്റ്വെയറോട്. പക്ഷെ നമ്മളിപ്പോൾ ഗ്രേഡ് വെച്ചാണ് ചെയ്യുന്നത്. ആ ഗ്രേഡിൽ നമുക്ക് ഏത് ഗ്രേഡാണോ നമ്മൾ കട്ട് ഓഫ് സെറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ P ആണ് കൊടുത്തത്. കാരണം പൈത്തന്റെ റിസൾട്ട് മാർക്ക് ഭയങ്കര ഇതായതുകൊണ്ട്, ഗ്രേഡ്സ് ഭയങ്കര കുറവായതുകൊണ്ട് P ആണ് കൊടുത്തത്. ഞാൻ P കൊടുത്തു. P കൊടുത്തിട്ട് എത്ര പെർസെന്റേജ്, അതായത് നമ്മുടെ ബെഞ്ച് മാർക്ക് പെർസെന്റേജ് വെക്കണം, 50%, 60, 70 ഏതാണ് സെറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 24 സ്റ്റുഡൻസ് ഔട്ട് ഓഫ് 34, അതാണ് എനിക്ക് അതിന്റെ പാസ് പെർസെന്റേജ്. അത് കിട്ടും, കാരണം P ആണുള്ള ഗ്രേഡ് കൊടുത്തത്. ഇനി ഞാൻ P മാറ്റി D ആക്കി കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം 11 പേരെ D ഗ്രേഡിന് എബോവ് ഉള്ളൂ. ഓക്കെ, അതായത് 32% ഉള്ളൂ. അപ്പോൾ 32% വെച്ച് 50 കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അറ്റൈൻമെന്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ P കൊടുത്തത്. സോ P കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സബ്ജക്റ്റിനനുസരിച്ച് അത് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പൊ സെറ്റ് ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് അറ്റൈൻമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. കേട്ടോ, അത് കാണിക്കത്തില്ല, താഴെ വരും. ഇനി ഇതാണ് നമ്മുടെ സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്നത്. ഇന്റേണൽ അറ്റൈൻമെന്റ് എത്ര കൊടുക്കണം, എത്ര പെർസെന്റേജ് കൊടുക്കണം, എക്സ്റ്റേണൽ അറ്റൈൻമെന്റ് എത്ര പെർസെന്റേജ് കൊടുക്കണം. അപ്പോൾ ഇത് എഡിറ്റ് കൊടുക്കാം. എഡിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് എഡിറ്റ് വരത്തില്ലായിരിക്കും, ചെയ്യുമ്പോഴേ വരത്തുള്ളൂ, അല്ലെങ്കിൽ എഡിറ്റ് കൊടുത്താൽ മതി. ഞാനിത് 80% കൊടുത്തു. എക്സ്റ്റേണൽ അറ്റൈൻമെന്റ് 20%, ഓട്ടോമാറ്റിക്കലി അത് വരും. 80-20 കൊടുത്തു.
ഓക്കെ, എന്നിട്ട് ഞാനിത് കാൽക്കുലേറ്റ് കൊടുത്തു. ഇപ്പൊ എക്സ്റ്റേണൽ അറ്റൈൻമെന്റ് കൊണ്ട് എല്ലാം 333 വന്ന് കിടപ്പുണ്ട്. ഞാനിപ്പോ ഡി ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ എല്ലാം 0 വന്ന് കിടക്കും. ബിക്കോസ് 50% പോലും സ്റ്റുഡൻസ് ഇതിന് എബോവ് ഇല്ല. അതുകൊണ്ട് 0 ആയിരിക്കും അറ്റൈൻമെന്റ് വരുന്നത്. അപ്പോൾ ഇത് ഇന്റേണൽ അറ്റൈൻമെന്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ആയിരിക്കും ഇവിടെ വരുന്നത്. എക്സ്റ്റേണൽ അറ്റൈൻമെന്റ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ അറ്റൈൻമെന്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണുന്നത്. ഇത് രണ്ടും വന്നു. ഇനി നമുക്കുള്ളത് ഡയറക്റ്റ് അറ്റൈൻമെന്റും ഇൻഡയറക്റ്റ് അറ്റൈൻമെന്റും. ഈ ഡയറക്റ്റ് അറ്റൈൻമെന്റ് എന്ന് പറയുന്നത് ഈ ഇന്റേണലും എക്സ്റ്റേണലും കൂടെ ചേർന്ന് വരുന്ന വാല്യൂ ആയിരിക്കും. ഇൻഡയറക്റ്റ് അറ്റൈൻമെന്റ് എന്ന് പറയുന്നതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഈ ഇൻഡയറക്റ്റ് അറ്റൈൻമെന്റ് നമ്മൾ എടുക്കുന്നത് സർവേ ബേസ്ഡ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ സർവേ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. സർവേസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ മൈ ക്ലാസ്സസിനുള്ളിൽ സർവേസ് കാണും. ഈ സർവേസിൽ ഒരു മിനിറ്റ്, ഈ ഇന്റർഫേസ് മാറ്റിക്കൊണ്ട് ഇപ്പൊ സർവേ കോഴ്സ് എക്സിറ്റ് സർവേ കണ്ടുപിടിക്കണം. ഞാൻ നോക്കട്ടെ, പിന്നെ അത് നോക്കിയില്ലായിരുന്നു. ഒ ബി തന്നെ അത് കിടക്കുന്നത്. ഒ ബിയിൽ അത് കോഴ്സ് എക്സ് സർവേ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ അത് കോഴ്സ് എക്സ് സർവേ ആയിട്ട് കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ റിസൾട്ട് നിങ്ങൾ കണ്ടു കാണും കോഴ്സ് എക്സ് സർവേയുടെ. അപ്പൊ ഇതിലും നമ്മളിവിടെ ഈ ഒരു ഓപ്ഷനിൽ ഇതിപ്പോ ഞാൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് കാണിക്കാത്തത്, അല്ലെങ്കിൽ അവിടെ കട്ട് ഓഫ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 3 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ക്രൈറ്റീരിയ ആണ്. അതായത് 3ക്ക് എബോവ് ആണെങ്കിൽ എത്ര അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാരണം ഞാൻ CO1ന് 3, CO2ന് 3, CO3ന് 3, CO4ന് 3 കൊടുത്തു. അത് എല്ലാ ഈ സർവേ എന്ന് പറഞ്ഞാൽ എല്ലാ CO മാപ്ഡ് ആയിരിക്കും. അതെല്ലാം 3 കൊടുത്തു. അതിനനുസരിച്ച് എനിക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ അറ്റൈൻമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ CO വൈസ് റിസൾട്ട് ആണ് ഇത്. 3333 കിട്ടും. ഇതൊന്ന് ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ ആ മാനുവൽ ഉണ്ട്, ഒരു മാനുവൽ ഷെയർ ചെയ്ത് കാണും, അതിലുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കുവാണെങ്കിൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോ ഞാൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അത് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആ ഇൻഡയറക്റ്റ് അസസ്മെന്റ് ഇവിടെ വരും. ഇപ്പൊ നമ്മളൊരു ക്വിസ് നടത്തുന്നുണ്ട്, ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് ഇൻഡയറക്റ്റ് അറ്റൈൻമെന്റിൽ വേണമെങ്കിൽ നമുക്ക് കയറ്റാം. അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ ഇൻഡയറക്റ്റ് അറ്റൈൻമെന്റിൽ കയറ്റാവുന്ന കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് ഇതിലോട്ട് കയറ്റണമെങ്കിൽ ഈ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പം ഇൻഡയറക്റ്റ് അസസ്മെന്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ റിഫ്ലക്ട് ചെയ്യും. നമ്മൾ ഡയറക്റ്റ് അറ്റൈൻമെന്റ് ഓട്ടോമാറ്റിക്കലി ചെയ്തു. അതും ഞാൻ 80-20 എന്ന് പറഞ്ഞാൽ എടുത്തത്. ഡയറക്റ്റ് അറ്റൈൻമെന്റ് 80യും ഇൻഡയറക്റ്റ് അറ്റൈൻമെന്റ് 20യും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഓവറോൾ അറ്റൈൻമെന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഈ വാല്യൂ ഓവർ അറ്റൈൻമെന്റ് ഇവിടെ വരും. ഇനി ഈ ഓവറോൾ അറ്റൈൻമെന്റ് POയിലോട്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ മാപ്പിംഗ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം സബ്ജക്റ്റിന്റെ ഉള്ളിൽ. അപ്പോൾ ആ മാപ്പിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഓരോന്നിലോട്ടും എത്ര വെച്ചാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് കാണിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്താ പറയുക അറ്റൈൻമെന്റ് ചെയ്യുന്ന മെത്തേഡ്. ഇതിപ്പോ ഞാൻ ചെയ്യാത്തതുകൊണ്ട് കംപ്ലീറ്റ് ലാബിന്റെ എൻ്റെ ഇല്ല. ഞാനിപ്പോൾ ചൈൽഡ് കോഴ്സിന്റെ ചെയ്തതാണ് കാണിച്ചത്. തിയറി കോഴ്സസ് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അസൈൻമെന്റ് കൂടെ നമ്മൾ മാപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് അസൈൻമെന്റ് ഇല്ലായിരുന്നു. അതും റിവാലുവേഷൻ ആയിട്ട് വരും. അതിനും കട്ട് ഓഫ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഈ ഒരു പേജിലാണ് നമ്മളിത് ഓവറോൾ അറ്റൈൻമെന്റ് എന്ന് പറയുന്ന പേജിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഇന്റേണൽ അറ്റൈൻമെന്റിന്റെ ഇവാലുവേഷൻസ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. അതിന്റെ പെർസെൻറ്റേജ് സെറ്റ് ചെയ്യണം.
ദെൻ എക്സ്റ്റേണൽ സിഒ നമ്മുടെ കട്ട് ഓഫ് പാസ് മാർക്കാണോ അങ്ങനത്തെ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ കമ്പൈൻ ചെയ്ത് ഇത്ര എടുക്കാം. പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റും വരും. ഇൻഡയറക്റ്റ് ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ പോയി സർവേ സബ്മിറ്റ് ചെയ്തിട്ട് ഇത് വരണം. സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ റിസൾട്ട് ഇവിടെ റിഫ്ലക്ട് ചെയ്ത് വരും. ഇത്രയും ചെയ്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫൈനൽ അറ്റൈൻമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സ്റ്റേജിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടോ എല്ലാം അയച്ച് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. ഇത് മാർക്ക് എൻട്രി തൊട്ട്, അതായത് നമ്മളൊരു ഇവാലുവേഷൻ സെറ്റ് ചെയ്യുമ്പോൾ മാർക്ക് എൻട്രി തൊട്ട് കംപ്ലീറ്റ് അറ്റൈൻമെന്റ് ചെയ്യുന്നത് ആ ഒരു ഫയലിലുണ്ട്. PDF എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്ത് കാണും, ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാം. അതിലുണ്ട്. അത് നോക്കി ചെയ്യാം. അതല്ലെങ്കിൽ അതിൽ പക്ഷേ ആദ്യത്തെ പാർട്ടെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസുകളാണ്, ഓരോ മാർക്ക് എൻ്റർ ചെയ്യുന്നത്. സെക്കൻഡ് എനിക്ക് തോന്നുന്നു പകുതി പേജ് കഴിഞ്ഞു തൊട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. അതിലെ ഓരോ പ്രോസസ്സും ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറയാം. അത് ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ല, അതുകൊണ്ടായിരിക്കും ഷെയർ ചെയ്യാഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടെ ചോദിക്കുവാണെങ്കിൽ ഞാൻ അറിയാവുന്നത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.